ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നോത്തല സെക്ഷൻ്റെ ശബത്ത് സ്കൂൾ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ എനിക്കിതായ സന്തോഷമുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ക്വാർട്ടറിൻ്റെ 11ാമത്തെ പാഠത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിൽ വലിയവനായ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി തിരുവചനം പഠിപ്പാൻ അടിയങ്ങൾക്ക് അവിടുന്ന് ഒരുക്കി തന്ന സമയത്തെ ഒത്ത് സ്തുതിക്കുന്നു. അടിയങ്ങൾ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് അവിടുത്തെ വചനം പഠിക്കുമ്പോൾ അവിടുത്തെ കൃപ അനുഗ്രഹം അടിയങ്ങൾ നൽകി അടിയങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയും അടിയങ്ങളുടെ ഹൃദയങ്ങൾ പതിയുവാൻ, അതിൻപ്രകാരം അടിയങ്ങൾ ജീവിക്കാനുള്ള കൃപ ഉയർത്തി തരുവാൻ അടിയങ്ങളോട് സഹായിക്കണം. പഠിക്കുന്ന എല്ലാ ഇതിൻ്റെ മക്കളെയും അവിടുത്തെ അനുഗ്രഹത്താൽ വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണം. മാനവത്വ കഥാവ് നടക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൂടെയൊക്കെ നല്ല ദൈവമേ, ആമേൻ. 11ാമത്തെ പാഠത്തിന്റെ തലക്കെട്ട് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് കൊലോസ്യർ 3:14. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് സ്നേഹം. കാരണം നാം ദൈവത്തെ അറിയുന്നത് സ്നേഹത്തിലൂടെയാണ്. ദൈവം നമ്മളിൽ വസിക്കുന്നതും ആ സ്നേഹത്തിലാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന മനുഷ്യരും ആ സ്നേഹത്തിൽ ജീവിക്കുന്നു, ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നു, ആ സ്നേഹത്തിൽ വളരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. നമ്മളെ കർത്താവിൽ സമ്പൂർണരാക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെയും നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു കണ്ണിയാണ് സ്നേഹം എന്ന് പറയുന്നത്. പക്ഷേ ഈ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ഈ പാഠത്തിൽ നാം മനസ്സിലാക്കുന്നത്, നാം ഭൗതിക ലോകത്തിൽ ജീവിക്കുകയും ഭൗതികമായ അനേക കാര്യങ്ങൾ നാം ഏർപ്പെടുകയും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും ഒരു നിർദ്ദേശം നമ്മൾ ഈ പാഠത്തിൽ കാണുന്നത്, നാം കൂടുതൽ അല്ലെ അമിതമായി നമ്മൾ ഈ ഭൗതിക ജീവിതത്തിന്, ഈ ലോക ജീവിതത്തിന് നാം അമിതമായ പ്രാധാന്യം ഊന്നൽ കൊടുക്കരുത് എന്നാണ്. ഒരുപക്ഷെ പലർക്കും ഒരു സംശയം ഉണ്ടായേക്കാം, ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായി നാം വേറിട്ടുകൊണ്ടോ ഈ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ടോ ഈ ലോകത്തിന് വ്യത്യസ്തമായിട്ടോ നമുക്ക് ജീവിക്കുവാനല്ല ഇവിടെ പറയുന്നത്. ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാതെ, ഈ ലോകത്തിൻ്റെ സമ്പ്രദായങ്ങൾക്ക് നാം വഴങ്ങാതെ, ഈ ലോകത്തിൻ്റെ ലക്ഷ്യത്തെ നാം സ്വീകരിക്കാതെ നമുക്ക് നമ്മുടേതായ ഒരു സ്വതന്ത്രമായ പാത നമുക്ക് തുറന്ന് അതിലൂടെ സഞ്ചരിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും നമുക്കുണ്ട്. അത് നാം എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, നാം അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് തീരുമാനിക്കുന്നത്, ചിന്തിക്കുന്നത് നാം ഓരോരുത്തരുമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം അമിതമായി ഈ ഭൗതിക ജീവിതത്തോട് ബന്ധപ്പെട്ടവരും ഈ ലോകത്തോട് മമതയുള്ളവരും സ്നേഹമുള്ളവരുമായി തീരുന്നുവെങ്കിൽ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനോടും സ്വർഗീയമായ ആത്മീയമായ ജീവിതത്തോടും നമുക്ക് ആത്മാർത്ഥത പുലർത്താൻ കഴിയില്ല എന്നതാണ്. നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ ബന്ധം, നമ്മുടെ അടിസ്ഥാനം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിലും കർത്താവ് യേശു ക്രിസ്തുവിലും ആണെങ്കിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ, ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോസ്തലൻ പൗലോസ് ഇതുപോലെയുള്ള ലളിതമായ എന്നാൽ വളരെ ഗഹനമായ, വളരെ ഉന്നതമായ അനേക ഗുണങ്ങളെക്കുറിച്ച്
ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച്, ആത്മീയ ജീവിതത്തിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് ഒരു സഭയ്ക്കുള്ളിലോ ഒരു സഭാ ജീവിതത്തിലോ സഭയുടേതായ പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടുമ്പോഴോ മാത്രം പാലിക്കേണ്ട കാര്യങ്ങളല്ല. അതിലുപരി നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ പറയുന്ന പൗലോസിൻ്റെതായ ഉപദേശങ്ങൾ ഈ സമൂഹത്തിൽ നമ്മളെ ഏറ്റവും ശ്രേഷ്ഠമായി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതാണ് ഒരു വ്യക്തിയെ ഒരു സമ്പൂർണ്ണ വ്യക്തിത്വത്തിലേക്ക് നയിക്കുന്നതും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നതും അതാണ്. നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ മാർഗങ്ങൾ, ഇത് എപ്പോഴും അത് സത്യസന്ധവും നേരുള്ളതും അത് വിശുദ്ധവുമായിരിക്കണം, അല്ലെങ്കിൽ നല്ലതും ആയിരിക്കണം, നേരുള്ളതുമായിരിക്കണം എന്ന് പൊതുവായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-ഉം 45-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുന്നത് നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ആയിരിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വചനം നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്നേഹിതർക്കോ, നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ, നമ്മുടെ ഏറ്റവും അടുത്ത് ജീവിക്കുന്ന വ്യക്തികൾക്കൊക്കെ വേണ്ടി ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാമെന്നാൽ പലപ്പോഴും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം അതിനുള്ള ഒരു പക്വത, അതിനുള്ളൊരു അവധാനത, അതിനുള്ള ഒരു ആഴമേറിയ ഒരു ചിന്ത അതിനോടനുബന്ധിച്ച് പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ട് ആ ഒരു ഉപദേശത്തെ നമുക്ക് പെട്ടെന്ന് സ്വീകരിക്കുവാൻ പലപ്പോഴും പ്രയാസമുണ്ടാവാം. പക്ഷേ നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും വചനം പറയുന്നത് ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ എന്നാണ്. അപ്പോൾ ദൈവം അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം? ദുഷ്ടനെയും നീതിമാനെയും നശിപ്പിക്കുവാനോ പാഠം പഠിപ്പിക്കുവാനോ ദൈവം തീരുമാനിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അനുഭവത്തിൽ നിന്ന് അവരെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നീതിമാന്മാരുടെ മേൽ സൂര്യൻ ഉദിപ്പിക്കുമ്പോൾ ആ സൂര്യൻ്റെ വെളിച്ചം അതുപോലെ തന്നെ നീതി കെട്ടവരുടെ മേലും പ്രകാശിക്കുന്നു. മഴ പെയ്യ്ക്കുന്നതും മഞ്ഞ് നൽകുന്നതും അതുപോലെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളൊക്കെ എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതും നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇവർക്കും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും ക്ഷമയെയും മനസ്സിലാക്കുവാനുള്ള അവസരം ലഭിച്ചുകൊണ്ട് അവർക്കങ്ങനെ മാറുവാൻ കഴിയും. അവരുടേതായ ജീവിതത്തിലെ തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട്, പാപങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് തിരിഞ്ഞു വരുവാൻ അല്ലെങ്കിൽ ഒരു നല്ല ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുമെന്ന ഒരു ചിന്തയോടെയാണ് ദൈവം അവരോടൊക്കെ ക്ഷമ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നാം ഓരോരുത്തരും നമ്മുടെ ശത്രുക്കൾ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാകുന്നു. കാരണം നാം തെറ്റ് ചെയ്യുമ്പോൾ, നമ്മളിൽ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ ബലഹീനത വരുമ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. നാം ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവം അപ്പോൾ തന്നെ മറുപടി നൽകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് എത്ര പേർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും? ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം അകൃത്യം ഓർമ്മ വെച്ചാൽ ആർക്ക് അവൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയും എന്നാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്. നാം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ അനേക പർവ്വതങ്ങളുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. ഒത്തിരി പർവ്വതങ്ങളുണ്ട്, മലകളുണ്ട്.
ഇതിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യവും അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെ ചരിത്രവും ഒക്കെ ഉണ്ട്, നമുക്കറിയാം. ഈ പർവ്വതങ്ങൾ കയറുമ്പോൾ പർവ്വതങ്ങൾ കയറുന്നത് കുറെ കൂടി ദൈവത്തോട് നമുക്ക് അടുത്ത് വരുവാൻ കഴിയുമെന്ന ചിന്തയും മനുഷ്യരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പർവ്വതങ്ങൾ കയറി ദൈവത്തോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കാൻ താല്പര്യമുണ്ടായിട്ട് മനുഷ്യര് പണ്ട് കാലങ്ങളിൽ കൃത്രിമമായിട്ട് പർവ്വതങ്ങൾ ഉണ്ടാക്കി, സിഷുറാറ്റുകൾ എന്ന അതിനെ പറയുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യനിർമ്മിത പർവ്വതങ്ങൾ ഉണ്ടാക്കി അതിൽ കയറുന്ന ഒരു സമ്പ്രദായം പുറജാതിരായ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുകയും അങ്ങനെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ അനേകര് പർവ്വതങ്ങളുടെ മുകളിലേക്ക് കയറിപ്പോകുന്നതും പർവ്വതങ്ങളുടെ മുകളിലേക്ക് അവരെ വിളിക്കുന്നതും പർവ്വതങ്ങളുടെ മുകളിൽ കൊണ്ടുവന്ന് പല കാര്യങ്ങളും കാണുന്നതും അനേകരുടെ പ്രത്യേകിച്ച് ജീവിതത്തിൽ പർവ്വതങ്ങളുടേതായ സാന്നിധ്യവും സ്വാധീനമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തി ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുന്നത്, ദൈവത്തിങ്കിലേക്ക് ഉയർത്തപ്പെടുന്നത് പർവ്വതത്തിന് മുകളിൽ കയറുന്നുകൊണ്ടല്ല. അതിലുപരി ആത്മീയമായിട്ട് തൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ താൻ എത്രമാത്രം വളരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കയറുവാൻ കഴിയുന്നത്. നമുക്കറിയാം, പ്രളയത്തിന് ശേഷം, നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം ദൈവം ഇനി ഒരു പ്രളയം ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു ഗോപുരം പണിയുന്ന ചരിത്രം നമ്മുടെ കാണുന്നുണ്ട്. ആ ഗോപുരം പണിത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിൽ കയറി രക്ഷപ്പെടാം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി തോറ്റുപോകുമല്ലോ, അല്ലെങ്കിൽ വിജയിക്കാതിരിക്കുമല്ലോ എന്ന് കരുതി ഗോപുരം പണിത മനുഷ്യന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് വീഴ്ചകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് പരിഹാരം കാണുവാൻ, അതിൽ രക്ഷപ്പെടുവാൻ മറ്റ് മാർഗങ്ങൾ അന്വേഷിക്കുന്ന അനേകരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. പല സമൂഹങ്ങളിലും അത്തരത്തിലുള്ള അംഗീകരിക്കപ്പെട്ട ചില സമ്പ്രദായങ്ങളും രീതികളും ആരാധനകളും ഉത്സവങ്ങളും ഒക്കെ ഉണ്ട്. യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിയുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത് ജീവിതത്തിലെ അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വളർച്ചയോ ജീവിതത്തിലെ നന്മകളോ അനുഭവിക്കുന്നതിന് പകരം അത് ചെയ്യുവാൻ കഴിയാതെ, മെനക്കെടാതെ, അതിനുവേണ്ടി നമുക്ക് സമയം നീക്കിവെക്കാൻ കഴിയാതെ നമ്മുടേതായ ജീവിതത്തിൽ നാം സമയം ചെലവഴിച്ചതിന് ശേഷം ഇത്തരം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിതത്തിലെ നന്മകൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് ജീവിക്കുന്ന അനേക മനുഷ്യരെ നമുക്ക് ഈ ആധുനിക ലോകത്തിലും കാണുവാൻ കഴിയും. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, നാം ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ കഴിയണമെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടി മരിക്കുകയും ആ ക്രിസ്തുവിനോടുകൂടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്നാണ്. ഇവിടെ നാം മനസ്സിലാക്കുന്നത്, നാം ഒരു പാപി എന്ന അവസ്ഥയിൽ, നാം ആ പാപാവസ്ഥയിൽ നമ്മളെ വിടുവിച്ചുകൊണ്ട് ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിത അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ വിശുദ്ധ വേദപുസ്തകം നിർദ്ദേശിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ സ്നാനം എന്നത്. ഈ സ്നാനത്തിലൂടെ പാപിയായ ഒരു വ്യക്തി തൻ്റെ പാപത്തെ ആ വെള്ളത്തിൽ ഉപേക്ഷിച്ച് കഴുകപ്പെട്ട ഒരു വിശുദ്ധീകരണ അനുഭവത്തിലേക്ക് എഴുന്നേറ്റ് വരുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനോട് കൂടി ഉയർത്തപ്പെടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ കൃപയാണ്
ഒരു വ്യക്തിയെ കൂടുതൽ സ്വർഗത്തോട് അടുക്കുവാൻ സഹായിക്കുന്നത് എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, അങ്ങനെ പാപത്തിൽ മരിച്ച് അടക്കപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവിനോട് ഉയർത്തപ്പെടുന്ന ഒരു വ്യക്തി ഒരിക്കലും ഈ ലോകത്തിലുള്ളതോ ഭൗമികമായിട്ടുള്ള കാര്യങ്ങളോ അന്വേഷിക്കാതെ, അതിനുവേണ്ടി തൻ്റെ സമയം നഷ്ടപ്പെടുത്താതെ, അതിനുവേണ്ടി തൻ്റെ ബുദ്ധിയും ആരോഗ്യവും നശിപ്പിച്ചു കളയാതെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് മുകളിലുള്ളതിനെ അന്വേഷിക്കുകയും മുകളിലുള്ളതിൽ ആശ്രയം വയ്ക്കുകയും മുകളിലുള്ളതിനെ പ്രാപിക്കുവാൻ എപ്പോഴും ചിന്തിക്കുകയും ചെയ്യും എന്ന് പൗലോസ് പറയുന്നു. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 നമ്മൾ നമ്മുടെ മനപ്പാഠവാക്യമായിട്ട് നൽകിയതാണ്. ആ ഉന്നതത്തിലുള്ള സ്വർഗത്തിലുള്ള ദൈവികമായ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ചില ചോദിച്ചേക്കാം, ഇത് മാത്രം ചെയ്യുന്നതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയുമോ എന്ന്. തീർച്ചയായിട്ടും ജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് പറയേണ്ടത് ആവശ്യമാണ്. കാരണം അങ്ങനെ ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള അനേക മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പാപത്തിൽ താൻ മരിക്കുകയും വിശുദ്ധിയിൽ താൻ ഉയർക്കുകയും ചെയ്യുന്ന ഒരനുഭവം ഉണ്ടാവണം. ആ അനുഭവത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കർത്താവിനോടൊപ്പം ആയിരിക്കാനും ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനും ദൈവികമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമുക്ക് കഴിയും. തീർച്ചയായിട്ടും പാപം ചെയ്യാതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, നിയമങ്ങൾ ലംഘിക്കാതെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഉപാധികളും നാം ബുദ്ധിയോടെ ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം തരുന്ന സമയം ജീവിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ നല്ല മക്കളായി, അനുസരണമുള്ള മക്കളായി ജീവിക്കാൻ കഴിയുമെന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നത് അങ്ങനെ ജീവിക്കാൻ കഴിയണമെങ്കിൽ 2 കൊരിന്ത്യർ 4:16 പറയുന്നത്, നാം പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഒരു ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല. ഇത് എന്നെ ഉൾപ്പെടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ എന്നെ മാറ്റി നിർത്തി ഇത് കേൾക്കുന്നവരോട് സംസാരിക്കുന്നത് മാത്രമല്ല. ഈ പാപത്തെ ഒഴിവാക്കിയും ലംഘനങ്ങളില്ലാതെയും ദൈവത്തിന് വചനം പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ലാത്തതുകൊണ്ട് തന്നെയാണ് അനേകർക്ക് ഈ ജീവിതം ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അസാധ്യമെന്ന് തോന്നുവാൻ കാരണം. നമുക്ക് അസാധ്യമെന്നോ നമുക്ക് പ്രയാസമെന്നോ നമുക്ക് വഹിക്കാൻ വയ്യാത്തമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മോട് ചെയ്യുവാൻ കർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത ഒന്നും നമ്മോട് ചെയ്യുവാൻ കർത്താവ് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയാത്തതുണ്ടെങ്കിൽ ദൈവം അതിന് തക്ക സമയത്ത് പോക്കുവഴിയും ഉണ്ടാക്കുമെന്ന് അപ്പോസ്തലൻ പൗലോസ് തന്നെ തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാം ദിവസവും ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ തിരഞ്ഞെടുക്കണം. കൊലോസ്യർ 3:1. അതുകൊണ്ട് നമ്മുടെ നിത്യജീവൻ സുരക്ഷിതമായിട്ട് ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നുവെന്ന് കൊലോസ്യർ 3:3 പറയുന്നു. അപ്പോൾ നമ്മുടെ നിത്യജീവൻ സുരക്ഷിതമായി ക്രിസ്തുവിനൊപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു.
അപ്പൊ എത്ര ഒരു ഉറപ്പുള്ള, സുരക്ഷിതമായ, ശാശ്വതമായ ഒരു പദ്ധതിയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത്, ഇന്ന് നാം ലോകത്തിൽ കേൾക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന അനേക മുദ്രാവാക്യങ്ങളിൽ ചിലതാണ്. ഇപ്പോൾ നാം കേൾക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ്? യുദ്ധം അവസാനിപ്പിക്കുക. കാരണം എത്രയോ മനുഷ്യര്, എത്രയോ കുഞ്ഞുങ്ങള്, എത്രയോ സ്ത്രീകള്, ഞാനത് പറയാൻ കാരണം, നാം യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആഭ്യന്തര കലകളെക്കുറിച്ച് പഠിക്കുമ്പോൾ പൊതുവായിട്ട് അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുവാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഇരയായി തീരുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് എന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇന്ന് അനേക കുഞ്ഞുങ്ങൾ, നമുക്കറിയാം, ഹോസ്പിറ്റലിൽ ബോംബിട്ട് നശിപ്പിക്കുമ്പോൾ, സ്കൂൾ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകൾ ബോംബിട്ട് നശിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പട്ടണങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ, മനുഷ്യർ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ ബോംബിടുമ്പോൾ എത്രയോ മനുഷ്യർ ഈ യുദ്ധത്തിൻ്റെതായ യാതൊരു കാരണങ്ങളിലും പ്രതികൂലമായോ അനുകൂലമായോ യാതൊന്നും ചെയ്യാത്തവർ, സംസാരിക്കാത്തവർ, പറയാത്തവർ, പ്രവർത്തിക്കാത്തവർ, അവർ പോലും അറിയാത്ത സമയം ഈ മരണത്തിന്, നാശത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. നമ്മുടെ ലോകം ഇത്രമാത്രം വളർന്ന് അറിവിലും ജ്ഞാനത്തിലും സാങ്കേതികവിദ്യയിലും ശാസ്ത്രത്തിലുമൊക്കെ വളരെ നേട്ടങ്ങളുണ്ടാക്കി എന്ന് അഭിമാനിക്കുമ്പോൾ, നമുക്കൊത്തിരി വളർന്നു, വികസിച്ചു, പുരോഗതി പ്രാപിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ, ലോകരാജ്യങ്ങൾ അഭിമാനിക്കുമ്പോൾ, ഈ ലോകത്തിൽ നടമാടുന്ന ഒരു ലോകക്രമം, നീതി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് ഈ ലോകത്തിൻ്റെ നീതി? നമ്മുടെ വിഷയം അതല്ല. അണുവായുധങ്ങൾ അവസാനിപ്പിക്കുക ഒരു മുദ്രാവാക്യമാണ്. വനനശീകരണം അവസാനിപ്പിക്കുക. അല്ലേ? നാം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് വനനശീകരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ വനനശീകരണം കൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്, ആപത്തെന്താണെന്ന് നമുക്കറിയാം. അണുവായുധങ്ങളുടെ ദോഷത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ നേരിടുന്ന വലിയൊരു വേറൊരു പ്രശ്നമാണ് ഈ ചൂടിൻ്റെ അമിതമായ വർധന, ആധിക്യം. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? ഇത്ര ശക്തമായ മഴ പെയ്താലും ഈ ചൂട് അന്തരീക്ഷത്തിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ഒത്തിരി കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് ആഗോള താപനം എന്ന് പറയുന്ന ഒരു ലോക പ്രതിഭാസം, ലോകത്ത് മുഴുവൻ നിൽക്കുന്ന ഒരു പ്രതിഭാസം നമ്മുടെ അന്തരീക്ഷത്തെ, കാലാവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ട് രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങളുടെ വ്യത്യാസമില്ലാതെ ഈ ചൂട് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചൂടിൻ്റെ അല്ലെങ്കിൽ ആഗോള താപനത്തിൻ്റെ തോത് കുറയ്ക്കുവാനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനോ നടപ്പിലാക്കുവാനോ പല വികസിത രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ അവികസിത രാജ്യങ്ങൾക്കും മുൻപോട്ട് വരുവാനോ ആ പദ്ധതിയിൽ സജീവമായിട്ട് പങ്കുചേർന്നുകൊണ്ട് അതിൻ്റെ പദ്ധതികളോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാക്കുവാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇന്ന് ഈ അതികഠിനമായ ചൂട് എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നു. അതിന് വ്യത്യാസമില്ല. എന്നാൽ ഇവിടെ നാം കേൾക്കുന്ന മറ്റൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭൗമികത്വം അവസാനിപ്പിക്കുക, ഭൗതികത അവസാനിപ്പിക്കുക. ഒരുപക്ഷെ നമുക്കത് വളരെ അത്ഭുതമായിട്ട് തോന്നിയേക്കാം. ലോകത്തിൻ്റെതായ മര്യാദയോടും ലോകത്തിൻ്റെതായ ചിന്താഗതിയോടും നമ്മൾ നോക്കുമ്പോൾ അത് ശരിയാണോ എന്നൊരു സംശയം നമുക്ക് തോന്നാം, അല്ലേ? ഭൗമികത അവസാനിപ്പിക്കുക. എങ്ങനെയാണ് ഭൗതികത അവസാനിപ്പിക്കുന്നത്? അല്ലെ, ഭൗതികമായിട്ടുള്ള ചിന്ത എങ്ങനെ അവസാനിപ്പിക്കുന്നു? ഭൗതികമായിട്ടുള്ള ജീവിത അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ എങ്ങനെ നമ്മൾ അവസാനിപ്പിക്കുന്നു? അവിടെ പറയുന്നത്, പൗലോസ് പറയുന്നത് നമ്മുടെ ഭൗതിക ജീവിതം അവസാനിപ്പിക്കണമെന്നല്ല.
നമ്മുടെ ഭൗതിക ജീവിതം അവസാനിപ്പിച്ചിട്ട് നമ്മൾ മറ്റെവിടെയെങ്കിലും പോകണമെന്നല്ല. ഈ ഭൗമിക ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട്, ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് വാസ്തവം പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും തർക്കങ്ങളുടെയും ആഭ്യന്തര കലഹത്തിൻ്റെയും വലിയ യുദ്ധങ്ങളുടെയും കാരണം അതുതന്നെയാണ്. രാജ്യങ്ങളുടെ ബന്ധങ്ങളിൽ, അവരുടെ സഹകരണങ്ങളിൽ ഉണ്ടാവുന്ന ഏറ്റവും നിക്ഷിപ്തമായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ചില ആശയങ്ങളും ചിന്തകളും ഒക്കെയാണ് കാലങ്ങൾക്ക് മുമ്പായാലും ഇന്നായാലും രാജ്യങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്കും അല്ലെങ്കിൽ അകൽച്ചയ്ക്കും ശത്രുതയ്ക്കും ഒക്കെ വഴിമരുന്നിടുന്നത് അതുതന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നത് ഈ ഭൗമികത അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജീവിതം നമ്മൾ അവസാനിപ്പിക്കണമെന്നല്ല. അവിടെ നാം കാണുന്ന ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അതാണ് ഭൗമികത അവസാനിപ്പിക്കുക എന്നുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ലോകത്തിൽ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്നത്, സ്വസ്ഥത നഷ്ടപ്പെടുന്നത്, സന്തോഷം നഷ്ടപ്പെടുത്തുന്നത്, ശത്രുത ഉണ്ടാക്കുന്നത്, വൈരാഗ്യം ഉണ്ടാക്കുന്നത്, പ്രതികാരം ഉണ്ടാക്കുന്നത്, നാശം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ, അല്ലെങ്കിൽ ഭൗമിക ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ഇത്തരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും മരപ്പിപ്പിൻ. അങ്ങനെ നാം അതിനെ മരിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സകല ദോഷങ്ങളും, സകല ദുഷ്ട ചിന്തകളും, സകല സ്വാർത്ഥതയും, സകല അത്യാഗ്രഹവും, സകല മോഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയും. അതാണ് ഭൗമികത അവസാനിപ്പിക്കുക എന്നുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഈ ദോഷങ്ങൾ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ നിയമം. അവിടെ അശുദ്ധിയില്ല, ദുർനടപ്പില്ല, അതിരാഗമില്ല, ദുർമോഹമില്ല, അത്യാഗ്രഹമില്ല. കാരണം ഇതൊക്കെയും കർത്താവ് യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്നു. ആ പരിശുദ്ധാത്മാവ് സകല പാവങ്ങളെയും സകല കുറവുകളെയും മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അവൻ ഓർമ്മ വരുത്തും. തെറ്റുകളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. തെറ്റായ വഴികളെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന് നാം കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നാം ഇത്തരത്തിലുള്ള ഭൗമികമായിട്ടുള്ള അല്ലെ ഭൂമിയിലുള്ള നമ്മുടെ അവയവങ്ങളെ മരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ ജീവിക്കുന്ന, ക്രിസ്തുവിൽ വേരൂന്നി വളരുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന മക്കളായിട്ട് നമുക്ക് മാറുവാൻ കഴിയുമെന്ന് അവിടെ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഭൗമികമായിട്ടുള്ള പരസംഗം, അശുദ്ധി, അഭിനിവേശം, നഷ്ടാഭിലാഷം, അത്യാഗ്രഹം, ഇതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇല്ലാതാക്കണം. ഇത് കൂടാതെ ദൈവകോപം ചില മനുഷ്യരുടെ മേൽ വരുവാനിടയെ തീരുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. കൊലോസ്യർ 3:6 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവകോപം മനുഷ്യരുടെ മേൽ വരുവാനിടയായി തീരുന്നത്? അത് ദൈവം നൽകുന്നതല്ല, ദൈവം അവരുടെ മേൽ അയക്കുന്നതല്ല, അവരെ അങ്ങനെ നശിപ്പിക്കണോ ദൈവം ആഗ്രഹിച്ച് ദൈവം ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ പലപ്പോഴും നാം നമ്മുടെ സ്വന്തം വഴികളിൽ, നമ്മുടെ സ്വന്തം താല്പര്യങ്ങളിൽ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ഇമ്പകരമെന്നും നല്ലതെന്നും തോന്നുന്ന ജീവിത മാർഗങ്ങളിൽ നാം ജീവിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താണോ അത് നാം അനുഭവിക്കേണ്ടി വരും.
നമുക്കറിയാം, ഒരു കാര്യം നമുക്ക് ചെയ്യുവാൻ പാടില്ല എന്ന് നാം അറിഞ്ഞിട്ട് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഫലത്തിൽ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മത് ചെയ്തു, നമ്മത് പ്രവർത്തിച്ചു. നാം ഒരു വ്യക്തിയെ കൊല്ലുവാനിടയിൽ തീർന്നാൽ നാം തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കേണ്ട വ്യക്തിയായി മാറി. അത് ഇന്നല്ലെങ്കിൽ നാളെ. നമുക്കറിയാം, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഓരോരുത്തർ പിടിക്കപ്പെടുകയും ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് ജയിലിലേക്ക് പോവുകയും ചെയ്യും. എത്ര വർഷങ്ങൾ കഴിഞ്ഞ്. ഒരു പാപം ചെയ്താൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആ പാപത്തിൻ്റെ അനന്തരഫലം നാം അനുഭവിക്കേണ്ടി വരും. അതിൽ നമുക്ക് ഒഴിയുവാൻ കഴിയില്ല. അങ്ങനെ സ്വന്തം ദുഷ്ട വഴികൾ ജീവിക്കുകയും അതിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയും നാം ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? അത് നാശമാണെങ്കിൽ, വീഴ്ചയാണെങ്കിൽ, രോഗമാണെങ്കിൽ, അല്ല സാമ്പത്തിക നഷ്ടമാണെങ്കിൽ, സമാധാനം ഇല്ലാതാകുന്ന ആണെങ്കിൽ അതിന് ദൈവമല്ല ഉത്തരവാദി. ആ ദൈവമല്ല വരുത്തുന്നത്, അത് നാം തന്നെ വരുത്തുന്നതാകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ പകർച്ചവ്യാധികളെക്കുറിച്ച്, പ്രത്യേകിച്ച് നാം എയ്ഡ്സിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് അല്ലേ? അതെങ്ങനെയാണ് വ്യാപിക്കുന്നത്, ഒരാളിലേക്ക് പകരപ്പെടുന്നത്? ഇപ്പം എയ്ഡ്സ് പകരപ്പെടുവാനുള്ള സാധ്യത എന്താണ് എന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും കഴിയുന്ന സാഹചര്യത്തിൽ അതറിഞ്ഞതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം അത് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാതെ നാം ഒരു നിയന്ത്രണമില്ലാത്ത ജീവിതം നയിക്കുന്നുവെങ്കിൽ, ഒരു വ്യക്തി എയ്ഡ്സ് വന്ന് മരിക്കുവാനിടയായി തീർന്നാൽ അത് ദൈവം ആ വ്യക്തിക്ക് നൽകുന്ന ശിക്ഷയാണോ, അതോ ആ വ്യക്തി സ്വന്തമായി അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങുന്ന ശിക്ഷയാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് അനുസരണക്കേട്, അഭക്തി, അനീതി ഒരു മനുഷ്യൻ്റെ സമാധാനപരമായ സന്തോഷകരമായ ജീവിതത്തെ ഇല്ലാതാക്കുന്ന അനേക കാര്യങ്ങളിൽ ഒരു 3 കാര്യമാണ് അഭക്തിയും അനീതിയും അനുസരണക്കേട്. നമുക്കറിയാം, അനുസരണക്കേട് എന്ന് പറയുമ്പോൾ തന്നെ അത് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏത് തരത്തിലുള്ള അനുസരണക്കേടിനും അതിൻ്റെതായ അനന്തരഫലമുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കുക. അത് ലോകത്തിലായാലും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിലും കൽപ്പനകൾ അനുസരിക്കുന്നതിലും ആണെങ്കിലും അതിന് വ്യത്യാസമൊന്നുമില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നാം ഇവിടെ ജീവിച്ചുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല, എനിക്കതുമായിട്ടൊരു ബന്ധമില്ല എന്ന് ഒരു വ്യക്തിക്കും പറയാൻ കഴിയില്ല. നമുക്കറിയാം, ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്ന വ്യക്തികൾ തന്നെ, ഈ നിയമത്തെ വ്യാഖ്യാനിക്കുന്ന വ്യക്തികൾ തന്നെ ഈ നിയമം ലംഘിച്ചാൽ അതിന് ശിക്ഷ അല്ലെങ്കിൽ അതിൻ്റെ പിഴ കൊടുക്കേണ്ടവരാണ്. അതിൽ നിന്ന് അവർക്കും ഒഴിവില്ല. അപ്പൊ നാം ഈ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ എത്രമാത്രം പ്രാധാന്യം കൊടുക്കണമെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ളൊരു കാരണമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തോടല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനോടൊപ്പം നാം ജീവിക്കുകയും ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ഭൗമികമായിട്ടുള്ള കാര്യങ്ങളിൽ നാം വിട്ടുകളയും ജീവിതത്തിൽ ത്യജിക്കേണ്ട, മാറ്റി നിർത്തേണ്ട
എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുമ്പോൾ നാം പുതുക്കപ്പെടുന്നവരായിട്ട്, ജീവിതത്തിൽ മാത്രമല്ല അറിവിലും പുതുക്കപ്പെടുന്നവരായിട്ട് നമുക്ക് മാറുവാൻ കഴിയും. നാം കൂടുതൽ അറിവുള്ളവരായിട്ട്, അല്ലെ കൂടുതൽ മനസ്സിലാക്കുന്നവരായിട്ട്, കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നവരായിട്ട് നാം മാറുമ്പോൾ ഒരു നല്ല ജീവിതം നയിക്കുവാൻ അത് നമ്മളെ വളരെ സഹായിക്കും. നമുക്കറിയാം, അനേക മനുഷ്യർ തങ്ങൾ നേടുന്ന അറിവ് കൊണ്ട് തന്നെ നല്ല ജീവിതം, മാതൃകയുള്ള ജീവിതം ഈ സമൂഹത്തിൽ കാഴ്ചവെക്കുവാൻ കഴിഞ്ഞിട്ടുള്ളവരെ നമുക്ക് അറിയാം. ഈ അറിവ് നമ്മെ തന്നെ പുതുക്കുവാൻ നമ്മെ സഹായിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് നാം കേൾക്കാൻ വേഗതയും സംസാരത്തിൽ താമസവും കോപത്തിൽ താമസമുള്ളവരായിരിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുക. കേൾക്കാൻ നമുക്ക് വേഗതയുള്ളവരായിരിക്കണം. ഏത് കാര്യം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. അത് നമ്മൾ സമയം കളയാതെ കേൾക്കണം. കേൾക്കേണ്ട സമയത്ത് കേൾക്കണം, അല്ലേ? ഒരു കാര്യം കേൾക്കേണ്ട സമയത്ത് നാം കേൾക്കുന്നില്ല എങ്കിൽ, അത് കേട്ടിട്ട് നാം ആ സമയത്ത് പ്രവർത്തിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ അതിനുശേഷം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രയോജനം ഉണ്ടായി എന്ന് വരില്ല. എന്നാൽ നാം സംസാരത്തിലും കോപത്തിലും താമസമുള്ളവരായിരിക്കണം. എന്താണ്? പെട്ടെന്ന് സംസാരിക്കരുത്. പെട്ടെന്ന് സംസാരിച്ചാൽ എന്താ സംഭവിക്കുക? പലപ്പോഴും നാം ചിന്തിക്കാത്ത, ആ സംസാരിക്കാൻ അവിടെ പാടില്ലാത്ത, അവിടെ ഒരിക്കലും ആവശ്യമില്ലാത്ത വാക്കുകളോ ആശയങ്ങളോ കാര്യങ്ങളോ നാം സംസാരിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഒരു കാര്യം കേട്ടിട്ട് ആ കേട്ട കാര്യം എന്താണെന്ന് നാം ചിന്തിച്ചിട്ട് നാം അതിനെ ഉൾക്കൊണ്ടിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുമ്പോൾ നമ്മോട് സംസാരിച്ച വ്യക്തി, നാം പറയുന്ന കാര്യം കേൾക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു കേൾക്കുന്ന വ്യക്തി, രണ്ടു പേർക്കും അവിടെ ഒരു പ്രശ്നമോ തർക്കമോ വിഷമമോ ഉണ്ടാക്കാൻ കഴിയാതെ, അല്ലെ ഉണ്ടാകാതെ അത് സന്തോഷമായി ഒരുപക്ഷെ അവസാനിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് നാം കോപം ഉണ്ടാവുന്നതിൽ അല്ലെങ്കിൽ കോപിക്കുന്നതിൽ നാം താമസം ഉള്ളവരായിരിക്കണം. അവിടെ പറയാൻ കാരണം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ പറയുന്നത്, മനുഷ്യന്റെ കോപം ദൈവത്തിന് നീതിയെ ഉളവാക്കുന്നില്ല. നാം കോപിക്കുമ്പോൾ പലപ്പോഴും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നാം കോപിച്ചാലും എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്, ദോഷം ചെയ്യരുത്. കോപം പലപ്പോഴും നമ്മുടെ ചിന്തയെ, നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണത്തെ, നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുന്നതിൽ നമ്മളെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും കോപിക്കുവാൻ വേഗതയുള്ളവരാവരുത്, പെട്ടെന്ന് കോപിക്കുന്നവരാവരുത്. മുൻകോപക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ പറയാറുണ്ട്, അവൻ വളരെ മുൻകോപിയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് മറ്റൊരു ദോഷം, ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം അങ്ങനെയുള്ള വ്യക്തിയോട് പലപ്പോഴും പറയാൻ മടിക്കുകയോ പറയാതിരിക്കുകയോ ചെയ്യും. കാരണം വ്യക്തിയുടെ പ്രതികരണം എന്താണ് എന്ന് നമുക്ക് അറിയാം. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 11 പിന്നെ 18 വാക്യങ്ങൾ പറയുമ്പോൾ, നാം പരസ്പരം കള്ളം പറയുവാൻ പാടില്ല. അത് തെറ്റാണ്. അധിക്ഷേപകരവും അതോടൊപ്പം തന്നെ അശ്ലീലകരവുമായ
കാര്യം നാം സംസാരിക്കുവാൻ പാടില്ല. നാം ആരെയും വിധിക്കുവാൻ പാടില്ല. പൗലോസ് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അല്ലേ? നമുക്കൊരിക്കലും മറ്റുള്ളവരെ വിധിക്കുവാനുള്ള അവകാശമില്ല, അധികാരമില്ല. കാരണം നാം ആരും മറ്റുള്ളവരെ വിധിക്കുവാൻ യോഗ്യരല്ല. അതുകൊണ്ട് നാം ആരും എന്ത് ചെയ്യരുത്? മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പൗലോസ് പറയുന്നു. പരസ്പരം നമ്മൾ വ്യാജം സംസാരിക്കരുത്. നാം എന്തുകൊണ്ടാണ് നാം വ്യാജം സംസാരിക്കുന്നത്? ആരോടാണ് വ്യാജം സംസാരിക്കുന്നത്? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വയ്ക്കുവാനോ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിക്കരുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടോ, അല്ലെ കരുതുന്നത് കൊണ്ടോ, മറ്റുള്ള മുമ്പാകെ നാം എപ്പോഴും നല്ലവരാണ് അല്ലെങ്കിൽ മാന്യരാണ് എന്ന് ചിന്തിക്കുവാൻ നമ്മൾ പലപ്പോഴും കള്ളം പറയുകയോ വ്യാജം പറയുകയോ ചെയ്യാറുണ്ട്. എന്നാൽ അതും തിരുവചനം അനുസരിച്ച് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ സക്രിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടെ കാണിക്കുന്നുണ്ട്. നാം ഒരു വ്യക്തി, ആ വ്യക്തിയിൽ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ, പരിവർത്തനം സംഭവിക്കുമ്പോൾ, ആ വ്യക്തി തൻ്റെ പാപകരമായ ജീവിതത്തിൽ നിന്ന് ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ തൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറി പുതുവസ്ത്രം ധരിക്കുന്നത് പോലെയാണ്. അല്ല, അതത്ര ഒരു ആനന്ദകരമായ ഒരു അനുഭവമാണ്. നമ്മൾ പഴയ മുഷിഞ്ഞ വസ്ത്രം മാറിയിട്ട് നാം കുളിച്ച് വെടിപ്പുള്ളവരായിട്ട് ഒരു പുതുവസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്, നമ്മുടെ ചിന്തയ്ക്ക്, അല്ലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഒരു കുളിർമ, ഒരു പുതുമ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഈ ഒരു അനുഭവമാണ് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത്. അത് നാം പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ നാം എങ്ങനെയാണത് അനുസരിക്കുക? എങ്ങനെയാണ് നമുക്കത് അനുസരിക്കാൻ കഴിയുക? ഇപ്പൊ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന തരുന്നു. എന്താ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. ആ പുതിയ കൽപ്പന എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു പുതിയ കൽപ്പന തന്നതല്ല. ദൈവം അല്ലെങ്കിൽ നമുക്ക് വചനത്തിൽ നൽകപ്പെട്ട 10 കൽപ്പനയുടെ അന്തസത്ത എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തെ നാം സ്നേഹത്താൽ അറിയുന്നു, ആ ദൈവസ്നേഹത്തിൽ നാം വസിക്കുന്നു, ആ സ്നേഹം നമ്മളെ ക്രിസ്തുവിൽ നിലനിൽക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ദൈവത്തിൻ്റെ രാജ്യം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ആ സ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ നാം ആത്മീയരായി പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഉയരത്തിലെ ജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മാത്രമേ ആ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയൂ. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവസ്നേഹത്തെ അനുഭവിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് കഴിയാതെ പോകുന്നത്, മനസ്സുകൾക്ക് കഴിയാതെ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ നിയമം, വിശുദ്ധ നിയമങ്ങൾ ഒരു മനുഷ്യനും തൻ്റെ അറിവ് കൊണ്ടോ തൻ്റെ ജ്ഞാനം കൊണ്ടോ തൻ്റെ ബുദ്ധി കൊണ്ടോ അനുസരിക്കുവാൻ കഴിയില്ല. ആത്മാവിൻ്റെ ശക്തിയിലൂടെ അല്ലാതെ ദൈവിക നിയമങ്ങൾ അനുസരിക്കുവാൻ ഒരു മനുഷ്യർക്കും കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, അല്ലെ പ്രവാചകങ്ങളുടെ ദൈവം പറയുന്നത്, ഞാൻ അവരുടെ കല്ലായ ഹൃദയങ്ങളെ മാറ്റി മാംസമായ ഹൃദയം അവർക്ക് നൽകി, എൻ്റെ വചനങ്ങളെ, നിയമങ്ങളെ ഞാൻ അവരുടെ ഹൃദയത്തിൻ്റെ മാംസപേശിയിൽ എഴുതും എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ആ ആത്മാവിൽ പുതുക്കപ്പെട്ട, കഴുകപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തിൽ മാത്രമേ ദൈവിക നിയമങ്ങൾ, ദൈവിക കൽപ്പനകൾ നിലനിൽക്കുവാനും അത് പാലിക്കപ്പെടുവാനും കഴിയുമെന്ന്
നമ്മളിവിടെ ഒന്നുകൂടി നമ്മൾ അത് മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും പൗലോസ് പറയുന്നത് നാം എന്ത് ചെയ്താലും അത് ദൈവം നാം മഹത്വത്തിനായി ചെയ്യണം. അപ്പം എൻ്റെ അർത്ഥം നമുക്ക് എന്തും ചെയ്യാം എന്നാണോ? അല്ല, എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള കാര്യം മാത്രമേ, അല്ലെ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ. നമ്മൾ തെറ്റായ ഒരു കാര്യം ചെയ്തിട്ട് ദൈവനാമ മഹത്വത്തിനാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നാം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തിട്ട് അത് ദൈവനാമ മഹത്വത്തിനാണെന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വപ്പെടുന്നതിന് വേണ്ടി നാം എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത് ഇസ്രായേൽ ഒരു പ്രത്യേക ജനമായിട്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് ആയിത്തീരണമെന്ന് എങ്ങനെ ആഗ്രഹിച്ചു, അതുപോലെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ, ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുവാനും കാണിച്ചു കൊടുക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്വഭാവവും സ്നേഹവും വിശുദ്ധിയും ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലവും എന്തോ എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രിയ മക്കളായിട്ട്, അവിടെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരും അതുപോലെ വിശുദ്ധരും എന്ന്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ആരെയാണ് പ്രിയപ്പെട്ടവരെന്ന് വിളിക്കുന്നത്, പ്രിയ മക്കൾ എന്ന് വിളിക്കുന്നത്, എൻ്റെ പ്രിയൻ എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും പ്രിയമുള്ള എന്ന് പറയുന്നത്. അപ്പം ആ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള മക്കളുടെ പട്ടികയിൽ, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നാം ഓരോരുത്തരും ആയിത്തീരുവാൻ, വിശുദ്ധരുടെ ഗണത്തിൽ നാം ആയിത്തീരുവാൻ, വിശുദ്ധരുടെ പട്ടികയിൽ നമുക്ക് ആയിത്തീരുവാൻ നാം ഓരോരുത്തരും അവിടെ എഴുതിയിരിക്കുന്ന 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതുന്നത്, നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത വിശുദ്ധ വംശവും രാജിക വർഗവും അല്ലെങ്കിൽ സ്വന്തം ജനവും എന്ന് നമ്മളെക്കുറിച്ച് പറയുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠമായ സ്ഥാനങ്ങളാണ് നമുക്ക് ദൈവം നൽകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം, രാജിക പുരോഹിത വർഗം, വിശുദ്ധ വംശം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ മക്കളുടെ ഗണത്തിൽ ചേർക്കപ്പെടുന്ന പ്രിയമുള്ളവർ അല്ലെങ്കിൽ വിശുദ്ധരായ ദൈവത്തിൻ്റെ മക്കളാണ്. വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം അത്രേ. അപ്പൊ നാം വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ അതോ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ എന്ന് നമ്മളെ ഒന്ന് പരിശോധിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുകയും സ്നേഹിച്ച് ജീവിക്കുകയും പൂർണ്ണതയുടെ ബന്ധത്തിൽ നാം ആയിരിക്കുകയും ചെയ്യുക. 1 യോഹന്നാൻ 4:11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നതാണ്. അപ്പോൾ ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തുമ്പോൾ, അതായത് സ്നേഹം, കരുണ, ദയ, ക്ഷമ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നതോടൊപ്പം തന്നെ നമുക്കും അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ഈ ലോകത്ത്
നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം നയിക്കുവാൻ നാം തീർച്ചയായിട്ടും ഒരു സ്വർഗീയ മനസ്സുള്ളവരായി ലോകത്തോടുള്ള അമിതമായ നമ്മുടെ ആഭിമുഖ്യവും അഭിനിവേശവും ചിന്തകളും നാം നിയന്ത്രിച്ചിട്ട് സ്വർഗീയ അറിവിനാൽ നാം പുതുക്കപ്പെട്ടുകൊണ്ട് ഒരു പുതുജീവിതത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരായിട്ട് ഒരു പുതുജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന എല്ലാ മാർഗങ്ങളും നാം അവലംബിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ പ്രിയ മക്കളെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ച് ഈ പാഠം ഉപസംഹരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പടികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ എന്നുള്ള ദൈവമേ, തിരുനാമത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പടികൾ കർത്താവെ ചിന്തിച്ച വേദഭാഗങ്ങൾ, തിരുവചനങ്ങൾ, പടികൾ കർത്താവെ അതിനെ കൂടുതൽ അടിങ്ങൾക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും ധ്യാനിപ്പാനും നല്ലത് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലടിങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിനോടൊപ്പം കർത്താവിനോടൊപ്പം ജീവിപ്പാനുള്ള കൃപ അടിങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് നൽകിയ അടിങ്ങളെ വഴി നടത്തിയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് അടിങ്ങൾക്ക് ആ ജീവനം നൽകിയ യേശുവിനെ നമ്മൾ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. വീണ്ടും നാം കണ്ടുമുട്ടുന്നവരെയും വലിയവനായ ദൈവത്തിൻ്റെ വിശാലമൊരു ചെറുവിൻ്റെ മറവിൽ നമ്മുടെ ഓരോരുത്തരെയും ദൈവം കാത്തു പരിപാലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.